Acuplus Interior and Electronics. ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിക്കാതിരുന്നത് മറ്റു 2 കൊലപാതക കേസുകളിലും വിചാരണ നേരിടേണ്ടതുകൊണ്ടാണെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ MJ വിജയകുമാർ. തടവ് കാലാവധിയിൽ പരോൾ ആവശ്യപ്പെട്ടാൽ നടപടിയെടുക്കേണ്ടത് സർക്കാരാണ്. ചെന്താമരയുടെ ഭീഷണിയിൽ നിന്ന് കുടുംബാംഗങ്ങൾക്കും പരിസരവാസികൾക്കും സംരക്ഷണം നൽകേണ്ടത് സർക്കാരാണെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. നമ്മൾ ലൈഫ് റെമിഷനും ഒരു 30 കൊല്ലത്തിന് രാജീവ് ഗാന്ധിയുടെ അസോസിനേഷൻ കേസിനും എടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ അത് കോടതി കണക്കാക്കിയത് അത് സുപ്രീം കോടതിക്ക് മാത്രമേ പറയാനുള്ള അധികാരമുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ. എന്നാലും കോടതി ഡബിൾ ലൈഫ് കൊടുത്തിട്ടുണ്ട്. 2 വകുപ്പിലായിട്ട് 449-ലും ലൈഫ് കൊടുത്തു, 302-ലും ലൈഫ് കൊടുത്തു, 201-ൽ 5 ഇയേഴ്സും കൊടുത്തിട്ടുണ്ട്. അത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ഈ കേസ് സംബന്ധിച്ചോളം. പിന്നെ ബാക്കിയുള്ള ഡെത്ത് കണക്കാക്കാൻ പറ്റില്ല എന്ന് കോടതി വേറെ ഒന്ന് പറയാൻ കാരണം വെച്ചാൽ അടുത്ത് വരാൻ പോണ കേസിൽ അയാൾ കുറ്റക്കാരനെന്ന് കാണാതെ ഈ കേസിൽ തന്നെ ഒരു മുൻവിധിയോട് എടുത്തിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അയാൾക്ക് ഡെത്ത് പെനാൽറ്റീന് കൊടുക്കാതിരുന്നത്. നമ്മളുടെ എഫോർട്ടിന് കിട്ടിയ അംഗീകാരമാണ്. ഇതിൽ മേൽക്കോടതിയിൽ പോകാനുള്ള ഇതിലൊന്നും ഇല്ല. കാരണം എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചതാണ് കോടതി. അപ്പോൾ ഇതിന് മുകളിൽ മേൽക്കോടതിയിൽ പോയാൽ നമുക്ക് പോകേണ്ട ആവശ്യമില്ല, ഇനി അവർ പോയിരിക്കും. പരോളുടെ ലൈഫാണ്. ലൈഫ് പറഞ്ഞാൽ ലൈഫാണ്, അത്രേ ഉള്ളൂ. അതിൽ 14 കാലം 15 കൊല്ലം അങ്ങനെ അതെല്ലാം സർക്കാർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ലൈഫ് പറഞ്ഞാൽ ലൈഫാണ്. പരോള് അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് എന്താ വെച്ചാൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താ വെച്ചാൽ പരോള് കൊടുക്കാൻ പാടില്ല എന്ന് ഈ കോടതിക്ക് പറയാൻ അധികാരമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പരോൾ കൊടുക്കുന്ന പക്ഷം കൊടുക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ സർക്കാർ അതിനുള്ള എല്ലാ എഫേർട്സും എടുക്കണം, എല്ലാ സ്റ്റെപ്സും എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാ സാക്ഷികൾക്കും കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കണം. കാരണം അവരെ സംരക്ഷിക്കണം. അതായത് ഈ കുടുംബം കൂടാതെ അവരുടെ തൊട്ടടുത്ത ഇയാളുടെ അയൽവാസിയും അവരുടെ അയൽവാസികളടക്കം സംരക്ഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കോടതി കേസിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചു. പ്രതി ചെന്താമരയ്ക്ക് മാനസാന്തരം ഉണ്ടാവില്ലെന്ന ജയിൽ ഓഫീസറുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് കോടതി വിധി പ്രസ്താവിച്ചത്. സുപ്രീം കോടതിയുടെ പരിധിയിൽ മാത്രം വരുന്ന സമാന കേസുകളുടെ വിധി പകർത്താൻ കഴിയാത്തതുകൊണ്ടാണ് 3 വകുപ്പുകളിലായി പരമാവധി ശിക്ഷ നൽകിയത്. പ്രോസിക്യൂഷന് മേൽ കോടതിയെ സമീപിക്കേണ്ട കാര്യമില്ല. പ്രതിഭാഗം അത്തരത്തിൽ നീക്കം നടത്തിയാൽ ഉചിതമായ നടപടി സ്വീകരിക്കും. വിധി അധ്വാനത്തിന്റെ ഫലമാണെന്നും സംതൃപ്തിയുണ്ടെന്നും വിജയകുമാർ പറഞ്ഞു. Time Kids Preschool, Mannannur Road, Vaniyamkulam. Dot View News. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.